ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു മൂകാംബിക ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ 8:30ക്കാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വന്ദേ ഭാരത് കേട്ടോ. 566002 ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ ഷൊർണൂർ ജംഗ്ഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ആൻഡ് ഫൈനലി ട്രെയിൻ വന്നു വിത്ത് ഡിലേ ഓഫ് 20 മിനിറ്റ്സ്. ട്രെയിനിൽ കയറി ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവർ ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ടു ബി വെരി ഫ്രാങ്ക്, ഭക്ഷണം നല്ല മോശമായിരുന്നു. അപ്പോൾ ഏത് ക്യാഷിന് ഒരു 10% കൂടെ പോകത്തില്ല. ക്വാണ്ടിറ്റി വൈസ് ഇറ്റ്സ് ഓക്കെ, ബട്ട് ക്വാളിറ്റി വൈസ് വളരെ പോറായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അമ്മ കിടന്നു. പിന്നെ ഞാൻ നന്ദൻ, വിഷ്ണു, ഞങ്ങൾ 3 പേരും കിടന്നിട്ടുണ്ടായിരുന്നില്ല. ജയമ, ജലേശൻ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഏകദേശം കോഴിക്കോടൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കോഫി ഓക്കെ. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നന്ദൻ്റെ വെഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല കൂളായിരുന്നു. പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ ഞങ്ങളിനി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ടാക്സി ബുക്ക് ചെയ്തത്. ശരിക്കും ഒരു റൗണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തത്. ബ്രഹ്മരി ട്രാവൽസ് ആണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാംഗ്ലൂർ ടു മൂകാംബിക ഒരു റൗണ്ട് ട്രിപ്പിന് ഒരു 6 പേഴ്സണിന് നമുക്ക് 12,000 റുപ്പീസ് ആണ് വന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കൊല്ലൂരേക്കുള്ള യാത്ര ഫ്രം മാംഗ്ലൂർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അറൗണ്ട് ഒരു 3:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി ഫ്രഷ്നപ്പ് ഒക്കെ ആയി ഒരു 4:45 4:50 ഒക്കെ ആയപ്പോഴത്തേക്ക് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഏർലി മോർണിംഗ് വരുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ പോസിറ്റിവിറ്റിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ശരിക്കും മൂകാംബിക ദേവി വിളിച്ചാലേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും സത്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വിശപ്പ്. അങ്ങനെ നേരെ അടുത്ത് കണ്ട ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പം ഞാൻ ദോശ കഴിച്ചു, കൂടെ ഈ സ്വീറ്റ് ബൺ ഉണ്ടല്ലോ അതും കഴിച്ചു. ഇതിന് മുമ്പ് ഞാൻ സോഷ്യൽ കിച്ചണിൽ വെച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് 10:30ക്ക് എഗെയിൻ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്റ്റോൾ ഞങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ദേവിക്ക് ഇട്ട പട്ടുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പം വിഷ്ണുവിനാണെങ്കിൽ അവിടുന്ന് ഒരു വലിയ കാര്യമുള്ള ഒരു ഫുഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വാങ്ങണമെന്ന് ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നേരെ രണ്ടാമത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ഇവിടെ നല്ല ക്രൗഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ദർശനത്തിനുള്ള ക്യൂവും നല്ല വലുതായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവിടെ ശിവേലിയും കാണാൻ പറ്റി. ശരിക്കും ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്.
അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ദർശനവും കഴിഞ്ഞ് അവിടെ നിന്ന് അന്നദാനവും കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 2:30 ആയപ്പോഴത്തേക്ക് കൊല്ലൂർ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ജീപ്പ് സ്റ്റാൻഡിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി കുടജാദ്രിയിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ട്രെക്കിങ്ങിന് പോണ ജീപ്പ് ഇതാണ്. അപ്പം നമ്മളുടെ കുടജാദ്രി യാത്ര അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.